ICUവിൻ്റെ വാതിൽ പതിയെ തുറന്ന് ഷോൺ പുറത്തേക്കിറങ്ങി. മണിക്കൂറുകളോളം ഉറക്കമില്ലാതെ പ്രാർത്ഥനയോടെ കാത്തിരുന്ന എല്ലാവരുടെയും മുഖങ്ങളിൽ ഒരേ സമയം പ്രതീക്ഷയുടെ ഒരു വെളിച്ചം തെളിഞ്ഞു. മാധവി, സാറ, ഡാനിയേൽ, നിഖിൽ, ജനനി, സനീഷ് അങ്ങനെ എല്ലാവരും ഇടനാഴിയുടെ ഒരു വശത്ത് നിശബ്ദമായി ഇരിക്കുന്നുണ്ടായിരുന്നു. ഷോണിനെ കണ്ട നിമിഷം അവർ ഒരുമിച്ച് എഴുന്നേറ്റു. ഓരോരുത്തരുടെയും മുഖത്തേക്ക് നോക്കി ഷോൺ ചെറുതായി പുഞ്ചിരിച്ചു. നിങ്ങളൊക്കെ പോയി വല്ലതും കഴിച്ചിട്ട് വരൂ, ഇനി പേടിക്കാനൊന്നുമില്ല. അവളുടെ അവസ്ഥ ഇപ്പോൾ സ്റ്റേബിളാണ്. ആ വാക്കുകൾ കേട്ടതും മണിക്കൂറുകളായി നെഞ്ചിലടക്കി വെച്ചിരുന്ന ഭയം പതിയെ അഴിഞ്ഞു വീണു. എല്ലാവരുടെയും മുഖത്ത് ആശ്വാസം നിറഞ്ഞു. ചിലർ ദീർഘനിശ്വാസം എടുത്തു, ചിലരുടെ കണ്ണുകൾ നിറഞ്ഞു. അല്പസമയം കഴിഞ്ഞ് ഷോൺ മാധവിയിലേക്ക് തിരിഞ്ഞു. അത് പിന്നെ അമ്മ, നിധി അവളെവിടെ? ഷോണിൻ്റെ ചോദ്യം കേട്ട് മാധവി ചുറ്റും ഒന്ന് നോക്കി. മോനെ, അവളിവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ, ചിലപ്പോൾ താഴെ എവിടെയെങ്കിലും കാണും. എന്താ മോനെ? ഹേയ്, ഒന്നുമില്ല അമ്മ, ഞാൻ കാണാത്തതുകൊണ്ട് ചോദിച്ചതാ. അത്രയും പറഞ്ഞ് ഷോൺ ഒരു മങ്ങിയ പുഞ്ചിരി സമ്മാനിച്ചു. എന്നാൽ ആ പുഞ്ചിരിക്കുള്ളിൽ ഒളിഞ്ഞിരുന്ന അസ്വസ്ഥത ആരും തിരിച്ചറിഞ്ഞില്ല. പതിയെ ആശുപത്രിയുടെ നീണ്ട ഇടനാഴിയിലൂടെ അവൻ മുന്നോട്ട് നടന്നു. ഫസ്റ്റ് ഫ്ലോറിലെ കൈവരിക്കരികിലെത്തി താഴേക്കൊന്ന് നോക്കി. അവൻ്റെ കണ്ണുകൾ യാദൃശ്ചികമായി ഗ്രൗണ്ട് ഫ്ലോറിലെ കഫറ്റേരിയയിലേക്ക് നീണ്ടു. കഫറ്റേരിയയുടെ ഒരു മൂലയിൽ യാതൊരു ടെൻഷനുമില്ലാത്ത ഭാവത്തിൽ ഫോണിൽ റീൽസ് കണ്ടുകൊണ്ട് കോഫിയും സ്നാക്സും കഴിക്കുകയാണ് നിധി. ആ കാഴ്ച ഒരു നിമിഷം അവനെ സ്തംഭിപ്പിച്ചു. അവൻ്റെ മുഖം പതിയെ വലിഞ്ഞു മുറുകി. കണ്ണുകളിൽ തെളിഞ്ഞിരുന്ന ആശ്വാസം മാഞ്ഞു. പകരം അടക്കി പിടിച്ച ദേഷ്യത്തിൻ്റെ തീ പതിയെ ജ്വലിക്കാൻ തുടങ്ങി. അതേ നിമിഷം നിദ്ര അബിയോട് പറഞ്ഞ ഓരോ വാക്കുകളും അവൻ്റെ കാതുകളിൽ വീണ്ടും വീണ്ടും മുഴങ്ങുന്നത് പോലെ തോന്നി. നിധി, അവൾ എന്നെ മനഃപൂർവ്വം വീഴ്ത്തിയതാ. ഒരുവിധം ദേഷ്യം നിയന്ത്രിച്ചു അവൻ ലിഫ്റ്റ് വഴി താഴേക്കിറങ്ങി. ലിഫ്റ്റിൻ്റെ വാതിൽ തുറന്നതും ഷോൺ വേഗത്തിൽ കഫറ്റേരിയയിലേക്ക് നടന്നു. ഓരോ ചൂടും മുന്നോട്ട് വെക്കുമ്പോഴും അവൻ്റെ ഉള്ളിലെ ദേഷ്യം അടക്കി പിടിക്കാൻ അവൻ പാടുപെടുകയായിരുന്നു. അവിടെ ഒന്നും സംഭവിക്കാത്ത പോലെ നിധി ഫോണിൽ റീൽസ് കണ്ടുകൊണ്ട് കോഫിയും സ്നാക്സും കഴിച്ചിരിക്കുകയായിരുന്നു. ഷോൺ തൊട്ടുമുന്നിൽ വന്ന് നിന്നതുപോലും അവൾ ആദ്യം ശ്രദ്ധിച്ചില്ല. നിധി. പരിചിതമായ ആ ശബ്ദം കേട്ട് അവൾ തല ഉയർത്തി. ഷോണിനെ കണ്ടതും ചുണ്ടിലുണ്ടായിരുന്ന ചെറിയ പുഞ്ചിരി പതിയെ മാഞ്ഞു. ഷോൺ ഉള്ളിലെ ദേഷ്യം മറച്ചു പിടിച്ച് മുഖത്ത് കൃത്രിമ പുഞ്ചിരി വരുത്തി അവൾക്ക് നേരെ എതിരെയുള്ള ചെയറിലിരുന്നു. നിധി ഇവിടെ ഇരിക്കുക, അവിടെ എല്ലാവരും നിധി അന്വേഷിക്കുന്നുണ്ടല്ലോ. ഷോൺ ഉള്ളിലെ ദേഷ്യം മറച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് അവളുടെ വാക്കുകൾ മുറിഞ്ഞു വന്നു. ആ, കുഴപ്പമില്ല, നിധി കഴിക്കൂ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ല, നിധി ചേച്ചിയെ കണ്ടില്ലായിരുന്നോ? ആ ചോദ്യം കേട്ടതും നിധി ഒന്ന് വിളറി. ഇല്ല, കണ്ടില്ല. ഓ, അല്ല, ചേച്ചി എങ്ങനെയാ വീണത്? നിധി കണ്ടില്ലായിരുന്നോ? അത് പിന്നെ ഞാൻ ശ്രദ്ധിച്ചില്ല. ഷോണിൻ്റെ ആ നോട്ടത്തിനും ചോദ്യത്തിനു മുന്നിലും പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് കണ്ടതും നിധി കഴിപ്പ് നിർത്തി എഴുന്നേറ്റു. എന്താ നിധി കഴിക്കാഞ്ഞേ? മതി. അതും പറഞ്ഞവൾ നടക്കാനൊരുങ്ങി. നിധി, എൻ്റെ ക്യാബിനിലേക്ക് വരണം, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ശബ്ദം ശാന്തമായിരുന്നെങ്കിലും അതിലെ ഗൗരവം നിധിയുടെ ഹൃദയമിടിപ്പ് കൂട്ടാൻ മതിയായിരുന്നു. അതും പറഞ്ഞ ഷോൺ ഒരു നിമിഷം പോലും പിന്നോട്ട് നോക്കാതെ തൻ്റെ ക്യാബിനിലേക്ക് നടന്നു. അവൻ്റെ ഓരോ ചുവടിലും അടക്കിപ്പിടിച്ച ദേഷ്യവും നിരാശയും പ്രകടമായിരുന്നു. നിധി ഒരു നിമിഷം അവിടെ തന്നെ നിന്നു. ഉള്ളിൽ പറഞ്ഞറിയിക്കാനാകാത്തൊരു ഭയം നിറഞ്ഞു. എന്താണ് അവൻ പറയാൻ പോകുന്നതെന്ന ചിന്ത അവളെ അസ്വസ്ഥയാക്കി. ഒടുവിൽ ധൈര്യം സംഭരിച്ച് പതിയെ അവൻ്റെ പിന്നാലെ നടന്നു. ക്യാബിനിലെത്തിയ ഷോൺ വാതിലടച്ച് തൻ്റെ റിവോൾവിംഗ് ചെയറിലിരുന്നു. മേശപ്പുറത്ത് അലങ്കാരമായി വെച്ചിരുന്ന ഗ്ലാസ് പ്രിസം വിരലുകൾക്കിടയിൽ പതിയെ കറക്കിക്കൊണ്ടിരുന്നു. പുറത്തേക്ക് നോക്കുമ്പോൾ ശാന്തനായി തോന്നിയെങ്കിലും ഉള്ളിൽ വികാരങ്ങളുടെ കൊടുങ്കാറ്റ് വീശുകയായിരുന്നു. അല്പനേരം കഴിഞ്ഞ് ക്യാബിൻ്റെ വാതിൽ മെല്ലെ തുറന്നു. നിധി പതിയെ ചുവടുകളോടെ അകത്തേക്ക് നടന്നു. അവളുടെ സാന്നിധ്യം അറിഞ്ഞിട്ടും ഷോൺ മുഖമുയർത്തിയില്ല. അവൻ്റെ ദൃഷ്ടി ഇപ്പോഴും കൈകളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഗ്ലാസ് പ്രിസത്തിലായിരുന്നു. ക്യാബിനിലാകെ അസഹ്യമായൊരു നിശബ്ദത തളം കെട്ടി. നിധി, എന്തിനാ ചേച്ചിയെ തള്ളിയത്? ഷോണിൻ്റെ ശബ്ദം നേർത്തിരുന്നു, പക്ഷേ അതിലെ തണുപ്പ്
നിധിയുടെ ശരീരം മുഴുവനും വിറപ്പിച്ചു. ഞാൻ ഞാൻ തള്ളിയിട്ടില്ല. ഷോൺ പതിയെ മുഖമുയർത്തി അവളെ നോക്കി. എൻ്റെ കണ്ണിൽ നോക്കി അതൊന്നുകൂടി പറഞ്ഞതി. നിധിയുടെ കണ്ണുകൾക്ക് ഒരു നിമിഷം പോലും അവൻ്റെ നോട്ടത്തെ നേരിടാൻ കഴിഞ്ഞില്ല. അവൾ തല താഴ്ത്തി. അത് അവൾ തപ്പിത്തടഞ്ഞു. സത്യം മാത്രം പറഞ്ഞാൽ മതി. മുറിയിൽ വീണ്ടും നിശബ്ദത നിറഞ്ഞു. ചേച്ചി പടി കയറുമ്പോൾ ഞാൻ പിന്നാലെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനൊന്നും ചെയ്തില്ല. അപ്പോൾ എങ്ങനെയാ വീണേ? നിധിയുടെ ശ്വാസം വേഗത്തിലായി. അറിയില്ല. കള്ളം. ഷോണിൻ്റെ ശബ്ദം മുറിയിലാകെ മുഴങ്ങി. കയ്യിലുണ്ടായിരുന്ന പ്രിസം ദേഷ്യത്തോടെ അവൻ നിധിക്ക് നേരെ എറിഞ്ഞു. ഭയന്നു പോയ നിധി കണ്ണുകൾ ഇറുക്കിയടച്ചു. ഇരു ചെവികളും പൊത്തിപ്പിടിച്ചു. എന്നാൽ ആ പ്രിസ് അവളുടെ ദേഹത്തെ സ്പർശിച്ചില്ല. അവളുടെ തൊട്ടരികിലൂടെ പാഞ്ഞു പോയത് ചുമരിലിടിച്ച് ചിതറിത്തെറിച്ചു. ഗ്ലാസ് കഷ്ണങ്ങൾ നിലത്തേക്ക് വീണ് ചിതറിയ ശബ്ദം മുറിയുടെ നിശബ്ദതയെ കീറി മുറിച്ചു. അടുത്ത നിമിഷം തന്നെ ഷോൺ കാറ്റിലും വേഗത്തിൽ അവളുടെ മുന്നിലെത്തി. അവൻ്റെ കണ്ണുകളിൽ ജ്വലിച്ചിരുന്നത് അടക്കാനാകാത്ത കോപമായിരുന്നു. ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൻ നിധിയുടെ കഴുത്തിൽ ശക്തമായി പിടിമുറുക്കി. പെട്ടെന്നുണ്ടായ ആക്രമണത്തിൽ നിധിയുടെ ശ്വാസം മുട്ടി. അവൾ ഭയത്തോടെ അവൻ്റെ കൈകളിൽ പിടിച്ച് വിടുവിക്കാൻ ശ്രമിച്ചു. കണ്ണുകളിൽ ഭീതിയും ആശയക്കുഴപ്പവും നിറഞ്ഞു. ഷോൺ ചേട്ടാ. അവളുടെ ശബ്ദം ശ്വാസം മുട്ടലിൽ തകർന്നു പോയി. എന്നാൽ ആ വിളി പോലും കേൾക്കാത്തതുപോലെ അവൻ്റെ പിടി വീണ്ടും മുറുകി. നിധി ശ്വാസം കിട്ടാതെ പിടയുന്നത് കണ്ടതും ഷോൺ തൻ്റെ കൈ പിൻവലിച്ചു. അവൾ ആർത്തിയോടെ ശ്വാസം വലിച്ചെടുത്തു. ഇനി പറ, എന്തിനാ നീ എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയേ? എനിക്കിഷ്ടമല്ല ചേച്ചിയെ. നിധിയുടെ വാക്കുകൾ കേട്ടതും ഷോൺ അവളെ തുറച്ചു നോക്കി. അങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കാൻ മാത്രം എൻ്റെ ഭാര്യ നിന്നോട് എന്ത് ദ്രോഹമാണ് ചെയ്തത്? നിധി മറുപടി പറയാതെ തല കുനിച്ചു നിന്നു. ആ നേരത്താണ് ക്യാബിൻ ഡോർ തുറന്ന് നിഖിൽ അങ്ങോട്ട് വരുന്നത്. കാര്യം മനസ്സിലാവാതെ നിഖിൽ ഇരുവരെയും മാറി മാറി നോക്കി. നിഖിൽ അകത്തേക്ക് കയറിയതും ക്യാബിനിലെ അന്തരീക്ഷം അവനൊരു നിമിഷം നിശ്ചലനാക്കി. തറയിൽ ചിതറിക്കിടക്കുന്ന ഗ്ലാസ് കഷ്ണങ്ങൾ, കരഞ്ഞുകൊണ്ട് തല കുനിച്ച് നിൽക്കുന്ന നിധി, ദേഷ്യം കൊണ്ട് മുഖം ചുവന്ന ഷോൺ. അളിയ, എന്താ ഇവിടെ? നിഖിലിൻ്റെ ചോദ്യം കേട്ട് ഷോൺ പതിയെ നിഖിലിന് നേരെ തിരിഞ്ഞു. നല്ല സമയത്താ വന്നത്. നിഖിൽ ഒന്നും മനസ്സിലാവാത്ത പോലെ ഇരുവരെയും മാറി മാറി നോക്കി. എന്താ അളിയ സംഭവിച്ചേ? നിഖിൽ ചോദ്യം ആവർത്തിച്ചതും ഷോൺ നിധിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നീ തന്നെ പറ. നിധി ഒന്നും മിണ്ടിയില്ല. പറയടി. ഷോണിൻ്റെ ശബ്ദം വീണ്ടും ഉയർന്നതും അവൾ ഭയന്ന് വിറച്ചു. ഞാൻ വാക്കുകൾ തൊണ്ടയിൽ കുടുങ്ങി. ഷോൺ ഒരു ദീർഘനിശ്വാസം വിട്ടു. ഇവളാ നിത്തുവിന് അമ്പലത്തിലെ പടിയിൽ നിന്ന് തള്ളിയത്. ഒരു നിമിഷം നിഖിലിൻ്റെ മുഖത്തെ ഭാവം മാറി. എന്ത്? അവൻ വിശ്വാസം വരാത്ത മട്ടിൽ നിധിയെ നോക്കി. അളിയ, ഈ പറയുന്നത് സത്യമാണോ? നിഖിൽ പതിയെ നിധിയുടെ മുന്നിലേക്ക് നടന്നു. നിധി. അവൻ്റെ ശബ്ദത്തിൽ ദേഷ്യത്തേക്കാൾ നിരാശയായിരുന്നു. ഷോൺ പറഞ്ഞത് സത്യമാണോ? നിധിയുടെ കണ്ണുനീർ തുടർച്ചയായി ഒഴുകി. ഞാൻ മനഃപൂർവ്വം. അവൾക്ക് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. സത്യം പറയേ. നിഖിലിൻ്റെ ശബ്ദം ഇത്തവണ കടുത്തതായിരുന്നു. നിധി വിറയുന്ന ചുണ്ടുകളോടെ തല കുലുക്കി. അതെ. ആ ഒറ്റ വാക്ക് മുറിയിൽ മുഴങ്ങി. നിഖിൽ ഒരു നിമിഷം കണ്ണുകൾ അടച്ചു നിന്നു. എന്തിനാ? അത്ര മാത്രമേ നിഖിൽ ചോദിച്ചുള്ളൂ. നിധി പൊട്ടിക്കരഞ്ഞു. പറയാൻ. എന്തിനാ നീ അത് ചെയ്തത്? ഇത്തവണ ഷോണിൻ്റെ ശബ്ദം അവിടെ മുഴങ്ങി. ഞാൻ ജീവനെ പോലെ സ്നേഹിച്ച എൻ്റെ ജിത്തുവേട്ടന് നിങ്ങളും ചേച്ചിയും കൂടിയല്ലേ എന്നിൽ നിന്നും അകറ്റിയത്? ജിത്തുവേട്ടനെ പട്ടിയെപ്പോലെ തല്ലിച്ചതച്ചു. ഈ നാട്ടിൽ നിന്നും എന്നെ പറഞ്ഞു വിട്ടില്ലേ? എൻ്റെ പ്രണയം തകർത്തില്ലേ? എല്ലാത്തിനും കാരണം നിങ്ങളും എൻ്റെ ചേച്ചിയുവാ. നിധി പറഞ്ഞ കാര്യങ്ങൾ കേട്ടതും ഷോണിൻ്റെ കണ്ണിൽ അഗ്നി എരിഞ്ഞു. ഷോൺ തൻ്റെ പോക്കറ്റിൽ നിന്നും അന്നത്തെ നിധിയുടെ ആ വീഡിയോ അടങ്ങുന്ന നിധിയുടെ ഫോൺ എടുത്ത്
നിഖിലിന് നേരെ നീട്ടി. ഇത് ചെയ്തവനെ ഞാൻ പിന്നെ പൊന്നാടണിയിച്ച് ആദരിക്കണമായിരിക്കും. ഷോൺ നീട്ടിയ ഫോണിലെ വീഡിയോയിലേക്ക് നിഖിലിൻ്റെ കണ്ണുകൾ നീണ്ടു. ആ വീഡിയോ മുഴുവൻ കണ്ണോടിച്ച നിഖിൽ ദേഷ്യത്തോടെ നിധിക്ക് നേരെ തിരിഞ്ഞു. എന്താണ് ഇത്? ഈ നെറികെട്ടവന് വേണ്ടിയാണോ നീ നിന്റെ ചേച്ചിയെ? നിഖിൽ വാക്കുകൾ പൂർത്തിയാക്കിയില്ല. ആ വീഡിയോ കണ്ടതും അവളൊരു നിമിഷം തളർന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഷോണിന് അത് കണ്ടപ്പോൾ പുച്ഛമാണ് തോന്നിയത്. ഷോൺ തുടർന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ അന്ന് നിത്തുവിനെ ആരോ ഈ വീഡിയോ കാട്ടി ഭീഷണിപ്പെടുത്തി. എൻ്റെ പപ്പയുടെ ഓഫീസിലെ പ്രധാനപ്പെട്ട ഫയൽ അതെടുത്ത് അവരെ ഏൽപ്പിച്ചില്ലെങ്കിൽ ഈ വീഡിയോയും മറ്റ് പല വീഡിയോസും പുറത്തു വിടുമെന്ന്. നിദ്ര ആകെ ഭയന്നു. അവന്മാർ പറഞ്ഞത് കേട്ട് ഞങ്ങളുടെ ആദ്യ രാത്രിയിലത്തെ ഇവൾക്ക് വേണ്ടി എൻ്റെ നിത്തു എനിക്ക് പാലിൽ സ്ലീപ്പിംഗ് പിൽസ് വരെ കലർത്തി തന്നു. ആ ഫയൽ കാണാതായ ഉറപ്പായും അവൾ പിടിക്കപ്പെടുമെന്നും പിന്നീട് ഞങ്ങളുടെ ബന്ധം തകരുമെന്നും അറിയാമായിട്ടും നിനക്ക് വേണ്ടി അവൾ എന്നെ വേണ്ടെന്ന് വെച്ചു. അങ്ങനെ അവൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്നെ അവൾ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടാവും? ഷോൺ നിധിക്ക് നേരെ വിരൽ ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. ഷോൺ ആഞ്ഞൊരു ശ്വാസമെടുത്തു. നിനക്കൊരു പക്ഷേ നിൻ്റെ ചേച്ചിയെ വേണ്ടായിരിക്കും, പക്ഷേ എനിക്കെൻ്റെ ഭാര്യയെ വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. അവൾ ആരെങ്കിലും വിഷമിപ്പിച്ചെന്നറിഞ്ഞ ഞാൻ വെറുതെ ഇരിക്കില്ല നിഖിൽ. എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കിയവളെ എനിക്ക് കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. ഈ ഒരു തവണ ഞാൻ വെറുതെ വിടുന്നു. ഇനി നിത്തുവിൻ്റെ മേൽ നിൻ്റെ നിഴൽ പോലും പതിയരുത്. ഇങ്ങനൊരു അനിയത്തി അവൾക്ക് വേണ്ട. വിരൽ ഉയർത്തിക്കൊണ്ട് ഷോൺ നിധിക്ക് നേരെ താക്കീത് നൽകി. നിഖിൽ എന്താണെന്ന് വെച്ചാൽ അവളെ പറഞ്ഞ് മനസ്സിലാക്ക്. അത്രയും പറഞ്ഞ് ഷോൺ ഒന്നുകൂടെ നിധിയെ തുറച്ചു നോക്കി അവിടെ നിന്ന് ഇറങ്ങി നടന്നു. ഷോൺ പോയതും നിഖിൽ നിധിയെ ദഹിപ്പിച്ചു നോക്കി. ഷോൺ തിരികെ ICUവിനുള്ളിൽ പ്രവേശിക്കുമ്പോഴേക്കും അബി അവിടെ നിന്ന് പോയിരുന്നു. ഷോണിനെ കണ്ടതും താലിമാല കിട്ടിയോ എന്ന പ്രതീക്ഷയിൽ നിദ്ര അവനെ നോക്കി. അവളുടെ അരികിലെത്തി ഷോൺ തൻ്റെ പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന താലിമാല പുറത്തെടുത്തതും സന്തോഷം കൊണ്ട് നിദ്രയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇച്ചായ, എനിക്കിത് കെട്ടിത്ത. അവളുടെ വിറയാർന്ന ശബ്ദത്തിൽ ആഗ്രഹവും പ്രണയവും ഒരുപോലെ നിറഞ്ഞിരുന്നു. അവൻ ചെറുചിരിയോടെ താലിമാല കൈകളിലെടുത്ത് ഒരു നിമിഷം അവളുടെ കണ്ണുകളിലേക്ക് മാത്രം നോക്കി നിന്നു. ഇതിപ്പോൾ അഴിഞ്ഞു വീണത് എന്തായാലും നന്നായി. കല്യാണത്തിൻ്റെ അന്ന് ടെൻഷനായിരുന്നു. ശരിക്കും കെട്ടാൻ പറ്റിയില്ല. കെട്ടിയത് മുഴുവനും ചേച്ചിയാ. പക്ഷെ ഇപ്പോൾ ഈ ആശുപത്രിയും ഈ ICUവും ഇവിടുത്തെ ഓരോ യന്ത്രങ്ങളും നമ്മുടെ ഈ പ്രണയ നിമിഷവും സാക്ഷിയാക്കി എൻ്റെ പെണ്ണിന് ഞാൻ വീണ്ടും താലി ചാർത്തുന്നു. ആദ്യം പറഞ്ഞ ഷോൺ പതിയെ താലിമാല നിദ്രയുടെ കഴുത്തിലേക്ക് അണിയിച്ചു. വിറയാർന്ന വിരലുകളാൽ കുരുക്കുമുറുക്കുമ്പോൾ ഇരുവരുടെയും കണ്ണുകൾ പരസ്പരം പിണഞ്ഞു. താലിമാല നെഞ്ചിൽ പതിഞ്ഞ നിമിഷം നിദ്ര കണ്ണുകൾ അടച്ചു ഒരു തുള്ളി കണ്ണുനീർ പൊഴിച്ചു. അത് സന്തോഷത്തിൻ്റെ കണ്ണുനീരായിരുന്നു. ഇനി ഈ താലി എൻ്റെ ജീവൻ ഉള്ളിടത്തോളം നിൻ്റെ കഴുത്ത് തന്നെ ഉണ്ടാകും. അവൻ പല്ലുകൊണ്ട് അതിൻ്റെ കൊളുത്ത് മുറുക്കിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ട നിദ്ര അവൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു. ഈ ജന്മം മുഴുവനും എനിക്കെൻ്റെ ഇച്ഛായൻ്റെ പെണ്ണായിട്ട് മാത്രം ജീവിച്ചാൽ മതി. ഷോൺ അവളുടെ നെറ്റിയിൽ സ്നേഹത്തോടൊരു ചുംബനം നൽകി. ആ നിമിഷം അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ശക്തമായി അനങ്ങി. അത് വെറും 4 മാസത്തിൽ അനുഭവപ്പെടേണ്ട അനക്കമായിരുന്നില്ല. അവളുടെ വയറ് മുഴുവനും ആകെ ഇളകി മറയുന്നത് പോലെ. കുഞ്ഞിൻ്റെ അനക്കം തിരിച്ചറിഞ്ഞവൾ ഞെട്ടലോടെ ഷോണിനെ നോക്കി. ഇച്ചായ, കുഞ്ഞ് അനങ്ങുന്നുണ്ടല്ലോ. അത് കേട്ടതും ഷോണിൻ്റെ മുഖത്തെ ചിരി മാഞ്ഞു. അതിനുള്ള സമയമായില്ലല്ലോ, നിനക്ക് തോന്നിയതാ. ഷോൺ തൻ്റെ ഉള്ളിലെ ഭയം മറച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല ഇച്ചായ, ശരിക്കും അനങ്ങിയതാ. വെറും അനക്കല്ലായിരുന്നു, വയറ് മുഴുവനും കുലുങ്ങുന്നത് പോലെ. എവിടെ, ഞാനൊന്ന് നോക്കട്ടെ. നിദ്രയെ ബെഡിൽ നേരെ കിടത്തി അവളുടെ വയറിൽ നിന്നും ടോപ്പ് മാറ്റി. വയറിപ്പോൾ ചെറുതായി വീർത്തു തുടങ്ങിയിരുന്നു. അവൻ പതിയെ അവളുടെ വയറിലേക്ക് മുഖം ചേർത്ത് 2 കൈകളും അവളുടെ വയറിൻ്റെ ഇരുവശത്തും മെല്ലെ വെച്ചു. ഡാ കുഞ്ഞാവേ, പപ്പയാ, ഒന്ന് അനങ്ങി കാണിക്കുമോ? 1 നിമിഷം, 2 നിമിഷം നിശബ്ദത മാത്രം. ഷോൺ ചെറുചിരിയോടെ മുഖമുയർത്തി. കണ്ടില്ലേ, നിനക്ക് തോന്നിയതാ. അവൻ പറഞ്ഞു തീർന്നതും അവൻ്റെ കവിളിനിടയിൽ എന്തോ ശക്തമായി തട്ടി. ഷോണിൻ്റെ കണ്ണുകൾ 1 നിമിഷം വികസിച്ചു. അവൻ വീണ്ടും മുഖം വയറ്റിൽ ചേർത്തു. അടുത്ത നിമിഷം അവളുടെ വയറിനുള്ളിൽ നിന്ന് ശക്തമായ 2 അനക്കങ്ങൾ. പെട്ടെന്ന് ഷോൺ മുഖമുയർത്തി നിദ്രയെ നോക്കി. ഇരുവരുടെയും കണ്ണുകളിൽ ഒരേ സമയം അത്ഭുതവും ഭയവും നിറഞ്ഞു.
ഇച്ചായ, ഞാൻ പറഞ്ഞില്ലേ. നിദ്രയുടെ ശബ്ദം വിറച്ചു. ഷോൺ ഒന്നും പറഞ്ഞില്ല. അവൻ്റെ കൈ വീണ്ടും അവളുടെ വയറിലേക്ക് നീങ്ങി. ഇത്തവണ അവൻ്റെ കൈപ്പത്തിക്ക് കീഴിലും വ്യക്തമായി ഒരു ശക്തമായ ചലനം അനുഭവപ്പെട്ടു. അതൊരു 4 മാസം പ്രായമായ ഗർഭസ്ഥ ശിശുവിൻ്റെ സാധാരണ അനക്കമല്ലായിരുന്നു. അവൻ്റെ മുഖത്തെ നിറം മങ്ങി. ഒരു ഡോക്ടർ എന്ന നിലയിൽ അവൻ്റെ മനസ്സ് അപകട സൂചനകൾ തിരയാൻ തുടങ്ങി. എന്നാൽ ഭർത്താവെന്ന നിലയിൽ നിദ്രയെ പേടിപ്പിക്കാൻ അവൻ കഴിയുമായിരുന്നില്ല. ഒരു പുഞ്ചിരി വരുത്താൻ ശ്രമിച്ചുകൊണ്ട് അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. എടാ, ഒന്നുമില്ല, ചിലപ്പോൾ കുഞ്ഞ് പൊസിഷൻ മാറുമ്പോൾ ഇങ്ങനെയൊക്കെ തോന്നാം. വാക്കുകൾ അങ്ങനെ പറഞ്ഞെങ്കിലും അവൻ്റെ കണ്ണുകളിലെ ഉത്കണ്ഠ മറഞ്ഞില്ല. അടുത്ത നിമിഷം വീണ്ടും നിദ്രയുടെ വയറ് ശക്തിയായി ഒന്ന് വിറച്ചു. ഇത്തവണ ഷോൺ ഒരു നിമിഷം പോലും വൈകിച്ചില്ല. അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് ബെഡിൻ്റെ അരികിലെ എമർജൻസി കോൾ ബട്ടണിലേക്ക് കൈ നീട്ടി. ഷോണിൻ്റെ വിരൽ എമർജൻസി കോൾ ബട്ടണിൽ അമർന്നതും ICUവിൻ്റെ നിശബ്ദതയെ കീറി അലാറത്തിൻ്റെ ശബ്ദം മുഴങ്ങി. സെക്കൻഡുകൾക്കുള്ളിൽ ഡ്യൂട്ടി ഡോക്ടറും 2 നഴ്സുമാരും മുറിയിലേക്ക് ഓടിയെത്തി. സാർ, എന്താണ് പ്രശ്നം? ഷോൺ ഒരു നിമിഷം പോലും വികാരത്തിന് വഴങ്ങാതെ ഡോക്ടറായി മാറി വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. പരിശോധനയിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പും ഗ്രോത്തും ഇപ്പോൾ നോർമലാണെന്നും കണ്ടെത്തി. ദിവസങ്ങൾ വീണ്ടും ശാന്തമായി കടന്നുപോയി. ICUവിൽ നടന്ന ആ അത്ഭുത നിമിഷത്തിന് ശേഷം അങ്ങനെ അസാധാരണമായ ഒരു അനുഭവവും വീണ്ടും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നിദ്ര ഗർഭത്തിൻ്റെ 5ാം മാസത്തിലാണ്. കുഞ്ഞിൻ്റെ അനക്കം ഇപ്പോൾ സാധാരണ ഒരു ഗർഭിണി അനുഭവിക്കുന്നത് പോലെ ചെറുതും മൃദുവായ ചലനങ്ങൾ മാത്രം. ആദ്യമായി അനുഭവിച്ച ആ ഭയപ്പെടുത്തുന്ന ശക്തമായ അനക്കത്തെക്കുറിച്ച് അവർ രണ്ടുപേരിപ്പോൾ അധികം സംസാരിക്കാറില്ല. എങ്കിലും ആ ഒരു ഓർമ്മ അവരുടെ മനസ്സിൻ്റെ ഒരറ്റത്ത് ഇപ്പോഴും മായാതെ കിടക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം ഷോൺ പതിവ് പോലെ ആശുപത്രിയിലായിരുന്നു. അപ്പോഴാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്തത്. സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ടതും അവനുടൻ കോൾ അറ്റൻഡ് ചെയ്തു. എന്താ നിത്തു? ഷോൺ കോൾ എടുത്ത് സംസാരിച്ചു. മറു സൈഡിൽ നിന്നും കുട്ടിത്ത നിറഞ്ഞ ശബ്ദം. ഇച്ചായ, എനിക്കിപ്പോൾ കടൽ കാണാൻ കൊതിയാവുക. നമുക്ക് ബീച്ചിൽ പോവാം. ഇച്ചായന് ഇപ്പം തന്നെ ഇങ്ങോട്ട് വാ. ഷോൺ ഒരു നിമിഷം കണ്ണുകൾ അടച്ചു. നിത്തു, ഞാൻ ഇവിടെ ഹോസ്പിറ്റലിലാണെന്ന് അറിയില്ലേ? ഇപ്പം എനിക്ക് വരാൻ പറ്റില്ല. എനിക്കൊന്നും കേൾക്കണ്ട, എനിക്കിപ്പോൾ തന്നെ പോകണം. പറഞ്ഞില്ല നിത്തു, ഇപ്പോൾ പറ്റില്ല. ഇച്ചായൻ വന്നില്ലെങ്കിലേ ഞാൻ ഒറ്റക്ക് പോകട്ടോ. ആ വാക്കുകൾ കേട്ടതും ഷോണിൻ്റെ ക്ഷമ നശിച്ചു. നിദ്ര, ഇതെന്താ കുട്ടിക്കളിയാണെന്നാ വിചാരം? ഞാൻ ഡ്യൂട്ടിയിലാണെന്ന് അറിയാമല്ലോ. ഓരോ ആഗ്രഹം തോന്നുമ്പോഴും എല്ലാം ഉപേക്ഷിച്ച് ഓടിവരാൻ എനിക്ക് കഴിയില്ല. അപ്പോഴത്തെ കുറച്ച് നിമിഷം നിശബ്ദത. ശരി. ആ ഒറ്റ വാക്കിൽ തന്നെ അവളുടെ വിഷമം വ്യക്തമായിരുന്നു. പക്ഷെ ആ സമയത്ത് അത് മനസ്സിലാക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല ഷോൺ. എനിക്കിപ്പോൾ ജോലിയുണ്ട്, അത്രയും പറഞ്ഞവൻ ദേഷ്യത്തോടെ കോൾ കട്ട് ചെയ്തു. അതേസമയം മറുവശത്ത് ഫോണിൽ കൈ പിടിച്ച് നിദ്ര കുറച്ച് നിമിഷം അനങ്ങാതെ നിന്നു. കണ്ണുകളിലെ തിളക്കം പതിയെ മാഞ്ഞു. തൻ്റെ ആഗ്രഹം അവനോട് പറയേണ്ടിയിരുന്നില്ലെന്ന് അവൾക്ക് തോന്നി. അവൾ പതിയെ തൻ്റെ വയറിൽ കൈവച്ച് തൻ്റെ കുഞ്ഞിനോട് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. സാരില്ല കുഞ്ഞാവേ, നമുക്ക് വേറൊരു ദിവസം കടൽ കാണാൻ പോവാട്ടോ. പപ്പയ്ക്ക് ജോലിയുണ്ടെന്ന്. എന്നാൽ ആ പുഞ്ചിരിക്ക് പിന്നിലെ നിരാശ അവളുടെ കണ്ണുകളിൽ വ്യക്തമായിരുന്നു. രാത്രിയിൽ ആശുപത്രിയിൽ നിന്ന് തിരികെ എത്തിയ ഷോൺ മുറിയിലേക്ക് കയറിയതും നിദ്ര ഒരു നോട്ടം പോലും അവന് നൽകിയില്ല. മുഖം വീർപ്പിച്ച് ബെഡിൻ്റെ ഒരറ്റത്തേക്ക് തിരിഞ്ഞു കിടന്നു. ഷോൺ ഒരു ദീർഘനിശ്വാസം വിട്ടു. വൈകുന്നേരം ഫോണിൽ നടന്ന സംഭാഷണം ഓർമ്മ വന്നതോടെ ഉള്ളിൽ ചെറിയൊരു കുറ്റബോധം നിറഞ്ഞു. അവൻ പതിയെ അവളുടെ അടുത്തിരുന്ന് തോളിൽ കൈവച്ചു. നിത്തു. അവൾ ആ കൈ മെല്ലെ തട്ടി മാറ്റി. നിത്തു, എനിക്കൊന്നും കേൾക്കണ്ട. അതും പറഞ്ഞവൾ തൻ്റെ 2 ചെവികളും കൈകൊണ്ട് പൊത്തിപ്പിടിച്ചു. അതോടെ ഷോണിൻ്റെ നോട്ടം പതിയെ അവളുടെ വയറിലേക്ക് നീണ്ടു. ഒരു നിമിഷം മിണ്ടാതിരുന്ന അവൻ മെല്ലെ ബെഡിൽ നിന്ന് ഇറങ്ങി അവളുടെ വയറിനരികിൽ മുട്ടുകുത്തിയിരുന്നു. സ്നേഹത്തോടെ വയറിലേക്ക് മുഖം ചേർത്ത് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, വാവേ, സോറി. പപ്പ മനഃപൂർവ്വം ദേഷ്യപ്പെട്ടതല്ല. പപ്പ ഇന്ന് മുഴുവനും ടെൻഷനിലായിരുന്നു. ഇത്രയും നാളത്തെ പപ്പയുടെ ഡോക്ടർ ജീവിതത്തിനിടെ ഇന്ന് ആദ്യമായിട്ടാണ് ചെയ്യാത്തൊരു തെറ്റിൻ്റെ പേരിൽ എല്ലാവരുടെയും മുന്നിൽ തല കുനിച്ച് നിൽക്കേണ്ടി വന്നത്. അതിൻ്റെ വിഷമത്തിലായിരുന്നോടാ പപ്പ. അവൻ പറയുന്നത് കേട്ടുകൊണ്ടിരുന്ന നിദ്രയുടെ കണ്ണുകളിൽ ഇപ്പോഴും പിണക്കമുണ്ടായിരുന്നെങ്കിലും അവൻ്റെ ശബ്ദത്തിലെ നൊമ്പരം അവളെ നിശബ്ദയാക്കി. ഷോൺ വീണ്ടും വയറിലേക്ക് ചുംബിച്ചതും നിദ്രയുടെ വയറ്റിനുള്ളിൽ നിന്ന് കുഞ്ഞ് പെട്ടെന്ന് ശക്തിയായി ഒന്നനങ്ങി. ആ അനക്കത്തിൻ്റെ ആഘാതത്തിൽ അവളുടെ വയറ് വ്യക്തമായി വിറച്ചു.
ഷോണിൻ്റെ കണ്ണുകൾ അത്ഭുതത്തോടെ വികസിച്ചു. ഷോൺ പതിയെ നിദ്രയുടെ അരികിൽ വന്നു കിടന്നു. അവളുടെ കവിളിൽ തൻ്റെ കവിളി ചേർത്ത് വെച്ചു. നിദ്ര അവനെ തടഞ്ഞില്ല. പക്ഷേ അവൾ മൗനം തുടർന്നു. നിത്തു, സോറി. ഞാൻ നേരത്തെ നിന്നോട് ദേഷ്യപ്പെട്ടത് മനഃപൂർവ്വമായിരുന്നില്ല. അപ്പോഴത്തെ എൻ്റെ മാനസികാവസ്ഥ അങ്ങനെയായിരുന്നു. നമ്മുടെ ഹോസ്പിറ്റലിൽ ഞാൻ ചികിത്സിക്കുന്ന ഒരു രോഗിയെ ചെറിയൊരു സർജറിയുടെ ഭാഗമായി ഇന്നലെയാണ് അഡ്മിറ്റ് ചെയ്തത്. അഡ്മിറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് രാവിലെ പെട്ടെന്ന് അദ്ദേഹത്തിന് നില ഗുരുതരമായി. ഇപ്പോൾ ICUവില. സത്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. അതിൻ്റെ പേരിൽ രോഗിയുടെ ബന്ധുക്കൾ ആശുപത്രിയിൽ വലിയ പ്രശ്നങ്ങളുണ്ടാക്കി. ദേഷ്യത്തിൽ ഗ്ലാസുകളും മറ്റും തകർത്തു. ആകെ വല്ലാത്തൊരു ടെൻഷനിലായിരുന്നു ഞാൻ. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് അങ്ങനെയൊക്കെ പെരുമാറിയ. അവൻ്റെ കണ്ണുനീരിൻ്റെ നനവ് തൻ്റെ കവിളിൽ പടർന്നതും നിദ്ര അവനെ നേരെ തിരിഞ്ഞു. അവൻ്റെ നെറ്റിയിൽ പതിയെ ചുംബിച്ചു. അവൻ്റെ കണ്ണുനീർ അവൾ തൻ്റെ ചുണ്ടുകളാൽ ഒപ്പിയെടുത്തു. അവളുടെ വയറിന് ഭാരം നൽകാത്ത വിധത്തിൽ അവൻ അവളുടെ മാറിൽ മുഖം ചേർത്ത് വെച്ച് കണ്ണടച്ചു കിടന്നു. ആ രാത്രി മുറിയിലാകെ നിശബ്ദത നിറഞ്ഞിരുന്നു. നിദ്രയുടെ മാറിൽ മുഖം ചേർത്ത് കിടന്ന ഷോണിൻ്റെ ശ്വാസം ഇപ്പോഴും വേഗത്തിലായിരുന്നു. അവൻ്റെ വിരലുകൾ അറിയാതെ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്നു. നിദ്ര പതിയെ അവൻ്റെ മുടിയിഴകളിലൂടെ വിരലോടിച്ചു. ഇങ്ങനെ തളരല്ലേ ഇച്ചായ. എൻ്റെ ഇച്ചായൻ എപ്പോഴും മറ്റുള്ളവർക്ക് ധൈര്യം കൊടുക്കുന്ന ആളല്ലേ. ഇപ്പോൾ ഇച്ചായന് ധൈര്യം കൊടുക്കാൻ ഞാനും നമ്മുടെ കുഞ്ഞാവയില്ലേ. ആ വാക്കുകൾ കേട്ടപ്പോൾ ഷോൺ മെല്ലെ കണ്ണു തുറന്നു. നിദ്രയുടെ വയറുമേൽ അവൻ വീണ്ടും കൈവച്ചു. വാവേ, പപ്പയ്ക്ക് കുറച്ച് ധൈര്യം തരാമോ? അവൻ ചിരിക്കാൻ ശ്രമിച്ച ആ നിമിഷം തന്നെ അവളുടെ വയറ്റിനുള്ളിൽ നിന്ന് കുഞ്ഞ് വീണ്ടും മെല്ലെ ഒന്ന് അനങ്ങി. രണ്ടുപേരും ഒരേ സമയം പരസ്പരം ഒന്ന് നോക്കി. ആദ്യമായാണ് ആ അനക്കം ഇരുവരും ഇത്ര വ്യക്തമായി ഒരുമിച്ച് അനുഭവിക്കുന്നത്. ഷോണിൻ്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു. കണ്ടോ, നമ്മുടെ കുഞ്ഞ് പോലും പപ്പയോട് ധൈര്യമായിരിക്കാനാ പറയുന്നത്. നിദ്ര പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഷോൺ അവളുടെ വയറിലേക്ക് മുഖമടിപ്പിച്ചു. കുഞ്ഞിനോട് സംസാരിക്കാൻ തുടങ്ങി. ആ നിമിഷം ഷോൺ മറ്റെല്ലാം മറന്നുകൊണ്ട് അവരുടേതായ ലോകത്തിലേക്ക് ചേക്കേറി. പിറ്റേന്ന് രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോവാൻ തയ്യാറായി ഷോണും നിദ്രയും മുറിയിൽ നിന്ന് താഴേക്കിറങ്ങി. ഹാളിൽ സാറയും റീതയും സംസാരിക്കുകയായിരുന്നു. റീത്തയുടെ ശബ്ദത്തിൽ പതിവിലും അധികം ഗൗരവമുണ്ടായിരുന്നു. എൻ്റെ സാറ, ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ, ഈ കുഞ്ഞിൻ്റെ വരവത്ര നല്ലതല്ലെന്ന്. കുഞ്ഞിൻ്റെ വരവറിഞ്ഞത് മുതൽ എന്തൊക്കെയാ ഈ വീട്ടിൽ നടക്കുന്നത്? ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ. ഇന്നിപ്പോൾ ഷോണിൻ്റെ ആശുപത്രി ഇത്രയും വലിയ അപകടം വരെ സംഭവിച്ചു. അതും ഈ കുഞ്ഞിൻ്റെ ദോഷമല്ലെന്ന് ആര് കണ്ടു? നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കെൻ്റെ സാറ. ആ വാക്കുകൾ കേട്ട് സാറയുടെ മുഖം വിളറി. എന്തോ അവർക്ക് ആ വാക്കുകൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എങ്കിലും റീത്തയോട് എതിർത്തൊന്നും പറയാനും പറ്റില്ലായിരുന്നു. അപ്പോഴാണ് ഇതൊക്കെയും കേട്ടുകൊണ്ട് ഷോൺ അങ്ങോട്ട് കടന്നു വരുന്നത്. അവൻ്റെ മുഖത്ത് ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കണ്ണുകളിൽ കത്തിയത് അടക്കി പിടിച്ച കോപമായിരുന്നു. റീത്ത ഷോണിനെ കണ്ട നിമിഷം വാക്കുകൾ മുറിഞ്ഞു. ഹാളിലാകെ അസ്വാഭാവികമായൊരു നിശബ്ദത പരന്നു. ഒരു നിമിഷം പോലെ കണ്ണ് മാറ്റാതെ ഷോൺ റീത്തയെ നോക്കി. ശേഷം ശാന്തമായ ശബ്ദത്തിൽ ചോദിച്ചു, വല്യമ്മച്ചി ഇപ്പോൾ പറഞ്ഞതേ ഒന്നുകൂടി പറയോ? ആ ചോദ്യം കേട്ടതും റീത്തയുടെ തൊണ്ട വരണ്ടു പോയി. സാറ ആശങ്കയോടെ ഷോണിനെ നോക്കി. ഇനി എന്ത് സംഭവിക്കും എന്നറിയാതെ വീടാകെ നിശബ്ദമായി. ഷോണിൻ്റെ ചോദ്യം കേട്ടതും റീത്തയുടെ ചുണ്ടുകൾ വിറച്ചു. ഞാൻ പറഞ്ഞത് വാക്കുകൾ പൂർത്തിയാക്കാൻ അവർക്കായില്ല. ഷോൺ ഒരു പടി കൂടി മുന്നോട്ട് വന്നു. അവൻ്റെ ശബ്ദം ഇപ്പോഴും ശാന്തമായിരുന്നു. പറയൂ വല്യമ്മച്ചി. വല്യമ്മച്ചി എൻ്റെ കുഞ്ഞിനെ പറ്റി എന്താ പറഞ്ഞ? എൻ്റെ കുഞ്ഞ് വീട്ടിന് ദോഷമാണെന്നോ? റീത്ത പതിയെ തലകുനിച്ചു. ഞാൻ അങ്ങനെയൊരർത്ഥത്തിൽ അല്ല മോനെ. അർത്ഥം എങ്ങനെയായാലും വാക്കൊന്നു തന്നെയല്ലേ വല്യമ്മച്ചി. ഷോണിൻ്റെ ചോദ്യം മൂർച്ചയേറി. ജനിക്കാൻ പോലും സമയമായിട്ടില്ലാത്ത എൻ്റെ കുഞ്ഞിനെ കുറ്റപ്പെടുത്താൻ എങ്ങനെയാ നിങ്ങൾക്ക് തോന്നിയേ? ഈ വീട്ടിൽ എന്ത് പ്രശ്നമുണ്ടായാലും അതിൻ്റെ കാരണം എൻ്റെ കുഞ്ഞാണെന്ന് പറയാൻ എന്ത് തെളിവാണ് ഉള്ളത്? റീത്തയ്ക്ക് മറുപടി ഉണ്ടായില്ല. സാറ പതിയെ ഇടപെട്ടു. മോനെ, വല്യമ്മച്ച അങ്ങനെ ഉദ്ദേശിച്ചു. മമ്മി മിണ്ടാതിരിക്കെ. ഷോൺ സാറയെ തടഞ്ഞു. ഞാൻ വല്യമ്മച്ചയെ ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷേ എൻ്റെ ഭാര്യയെയോ എൻ്റെ കുഞ്ഞിനെയോ ആരെങ്കിലും കുറ്റപ്പെടുത്തിയാൽ ഞാൻ മിണ്ടാതിരിക്കില്ല മമ്മി.
അവൻ നിദ്രയുടെ കൈ മുറുകെ പിടിച്ചു. നിദ്രയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഷോൺ വീണ്ടും റീത്തയെ നോക്കി. വല്ലമ്മച്ചി, ഞാനൊരു ഡോക്ടറാ. എല്ലാ ദിവസവും മരണത്തെയും ജീവിതത്തെയും അടുത്ത് കാണുന്ന ഒരാളാണ് ഞാൻ. അപകടങ്ങൾ സംഭവിക്കുന്നത് മനുഷ്യരുടെ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ സാഹചര്യങ്ങളോ കൊണ്ടാണ്. അല്ലാതെ ജനിക്കാനിരിക്കുന്ന ഒരു കുഞ്ഞ് അതിന് കാരണമാണെന്ന് പറയുന്നതേ വിശ്വാസമല്ല, അന്ധവിശ്വാസമാണ്. ഹാളിൽ വീണ്ടും നിശബ്ദത നിറഞ്ഞു. ഷോൺ തുടർന്നു. ഈ കുഞ്ഞ് ഞങ്ങൾക്ക് ദൈവം തന്ന അനുഗ്രഹമാണ്. ആ കുഞ്ഞിനെപ്പറ്റി ഒരാളുടെ വായിൽ നിന്ന് ഒരു മോശം വാക്ക് പോലും ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. റീത്തയുടെ കണ്ണുകൾ നിറഞ്ഞു. തൻ്റെ വാക്കുകൾ എത്രമാത്രം ഷോണിനെ വേദനിപ്പിച്ചുവെന്ന് അവർക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. മോനെ ഞാൻ അറിയാതെ. ഷോൺ ശാന്തമായി പറഞ്ഞു. മാപ്പ് എന്നോടല്ല പറയണ്ടേ, ഒരിക്കലും സ്വയം പ്രതിരോധിക്കാൻ കഴിയാത്ത എൻ്റെ കുഞ്ഞിനോടാ. ആ വാക്കുകൾ റീത്തയുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞു. നിദ്ര അറിയാതെ ഷോണിൻ്റെ കയ്യിൽ കൂടുതൽ മുറുകെ പിടിച്ചു. അവൻ അവളെ നോക്കി ചെറുതായി പുഞ്ചിരിച്ചു. അവളുടെ കണ്ണ് നിറഞ്ഞിരുന്നു. വാ നിത്തു, നമുക്ക് പോവാം. ഇരുവരും വാതിലിലേക്ക് നടക്കാൻ തുടങ്ങിയപ്പോൾ ഹാളിൽ നിന്ന് എല്ലാവരും നിശബ്ദരായി അവരെ നോക്കി നിന്നു. ഹോസ്പിറ്റലിലെത്തിയ ഷോൺ നിദ്രയെ തൻ്റെ ക്യാബിനിലാക്കി ICUവിൽ കിടക്കുന്ന രോഗിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അറിയാൻ വേണ്ടി മുകളിലേക്ക് നടന്നു. അതേസമയം തൻ്റെ ക്യാബിനിൽ ഒറ്റയ്ക്കിരുന്ന നിദ്രയ്ക്ക് മനസ്സിനൊരു സമാധാനവും തോന്നിയില്ല. ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ആ ചിന്ത മനസ്സിൽ ശക്തമായതോടെ അവൾ പതിയെ ക്യാബിനിൽ നിന്ന് പുറത്തിറങ്ങി. ആശുപത്രിയുടെ ഓരോ ഇടനാഴിയും അവൾ ശ്രദ്ധയോടെ നിരീക്ഷിച്ചു. നഴ്സുമാർ ഓടി നടക്കുന്നതും രോഗികളുടെ ബന്ധുക്കൾ ആശങ്കയോടെ ഇരിക്കുന്നതും ഡോക്ടർമാരുടെ തിരക്കുകളെല്ലാം അവളും ശ്രദ്ധിച്ചു. ഇതിൻ്റെ പിന്നിൽ ആരായിരിക്കും? മനസ്സിൽ ഉയർന്ന ആ ചോദ്യം അവളെ ഓരോ ബ്ലോക്കിലേക്ക് നയിച്ചു. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് തുടങ്ങി അവൾ ഓരോ നിലയിലും കയറിയിറങ്ങി. എവിടെയെങ്കിലും സംശയാസ്പദമായ എന്തെങ്കിലും കിട്ടുമോ എന്ന പ്രതീക്ഷയായിരുന്നു. ഒടുവിൽ അവളുടെ കാലുകൾ ആശുപത്രിയുടെ പുതിയ ബ്ലോക്കിന് മുന്നിൽ എത്തി നിന്നു. നിർമ്മാണം പൂർത്തിയായിരുന്നുവെങ്കിലും പ്രവർത്തനം ഇതുവരെ ആരംഭിച്ചിരുന്നില്ല. ചുറ്റും അസ്വാഭാവികമായൊരു നിശബ്ദത. വാതിലുകൾ പകുതിയോളം തുറന്നു കിടക്കുന്നു. അറിയാതെ തന്നെ നിദ്രയുടെ കാലുകൾ അകത്തേക്ക് നീങ്ങി. ഞാൻ എന്തിനാ ഇങ്ങോട്ട് വന്ന? അവൾ സ്വയം ചോദിച്ചു. തിരിച്ചു പോയാലോ? പിന്തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയ നിമിഷം വയറിൽ നിന്നും കുഞ്ഞ് ശക്തമായി ചലിച്ചു തുടങ്ങി. അവൾ വയറിനെ പൊതിഞ്ഞു പിടിച്ചു. ഒപ്പം അവളുടെ കാലുകൾ ചലിച്ചു തുടങ്ങി. പക്ഷേ കാലുകൾ നിർത്താൻ അവൾക്ക് പറ്റുന്നില്ലായിരുന്നു. ആരോ അദൃശ്യമായ ഒരു ശക്തി തന്നെ മുന്നോട്ട് വീഴ്ച കൊണ്ടുപോകുന്നത് പോലെ, അല്ലെങ്കിൽ തൻ്റെ മനസ്സിനെ മറ്റാരോ നിയന്ത്രിക്കുന്നത് പോലെ. ഓരോ ചുവട് മുന്നോട്ട് വയ്ക്കുമ്പോൾ അവളുടെ ഹൃദയമിടിപ്പ് കൂടി. ഒരു മറഞ്ഞിരിക്കുന്ന എന്തോ ഒരു തെളിവ് കാട്ടിത്തരുന്നത് പോലെ അവളുടെ മനസ്സ് മന്ത്രിച്ചു. നിദ്ര പതിയെ ആ നീണ്ട ഇടനാഴികയിലൂടെ മുന്നോട്ട് നടന്നു. ഓരോ ചുവട് വയ്ക്കുമ്പോഴും അവളുടെ ചെരുപ്പിൻ്റെ ശബ്ദം ആ നിശബ്ദതയെ പ്രതിധ്വനിച്ചു. അവൾ ചുറ്റും സൂക്ഷിച്ചു നോക്കി. അപൂർണമായി കിടക്കുന്ന മുറികൾ, പൊടി പിടിച്ച ചുമരുകൾ, മൂടിയിട്ട മെഡിക്കൽ ഉപകരണങ്ങൾ എല്ലാം ഉപേക്ഷിക്കപ്പെട്ടതുപോലെ തോന്നിയെങ്കിലും അവിടെ ആരുടെയോ സാന്നിധ്യം ഉണ്ടെന്ന് അവളുടെ മനസ്സ് ആവർത്തിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന് വയറിൽ കുഞ്ഞ് വീണ്ടും ശക്തമായി അനങ്ങി. പാവേ, എന്താടാ? നിദ്ര സ്നേഹത്തോടെ വയറിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. പക്ഷെ കുഞ്ഞിൻ്റെ അനക്കം നിർത്തിയില്ല. അതോടൊപ്പം അവളുടെ കണ്ണുകൾ ഇടനാഴിയുടെ അറ്റത്തുള്ള ഒരു ചെറിയ സ്റ്റോർ റൂമിലേക്ക് പതിഞ്ഞു. ആ മുറിയുടെ വാതിൽ പൂർണ്ണമായി അടഞ്ഞിരുന്നില്ല. അകത്തു നിന്ന് വളരെ നേർത്തൊരു വെളിച്ചം പുറത്തേക്ക് വീഴുന്നുണ്ടായിരുന്നു. ഈ ബ്ലോക്കിൽ കറണ്ട് പോലും കണക്ട് ചെയ്തിട്ടില്ലെന്ന് ഇച്ചായം പറഞ്ഞിരുന്നല്ലോ. ആ ചിന്ത അവളുടെ മനസ്സിലൂടെ മിന്നി മറഞ്ഞു. സംശയം കൂടിയതോടെ അവൾ ശബ്ദമുണ്ടാക്കാതെ വാതിലിൻ്റെ അടുത്തേക്ക് നീങ്ങി. വാതിലിൻ്റെ വിടവിലൂടെ അകത്തേക്ക് നോക്കിയ നിമിഷം അവളുടെ ശ്വാസം നിലച്ചു. മുറിയുടെ നടുവിലായി ഒരു വലിയ പെട്ടി തുറന്നു കിടക്കുന്നു. അതിനകത്ത് ആശുപത്രിയുടെ ലോഗോയുള്ള നിരവധി മെഡിക്കൽ ഫയലുകളും മരുന്നുകളുടെ പാക്കറ്റുകളും ചിതറിക്കിടക്കുന്നുണ്ടായിരുന്നു. അവയുടെ മുന്നിൽ കറുത്ത ഹൂഡി ധരിച്ച ഒരാൾ എന്തൊക്കെയോ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അയാളുടെ മുഖം വ്യക്തമായിരുന്നില്ല. നിദ്ര സ്വാഭാവികമായി ഒരു ചുവട് പിന്നിലേക്ക് വെച്ചു. അപ്പോഴാണ് അവളുടെ കാലിനടിയിൽ കിടന്നിരുന്ന ഒരു ഇരുമ്പ് കഷ്ണം തട്ടിത്തെറിച്ചത്. ആ ശബ്ദം നിശബ്ദതയെ കീറി മുറിച്ചു. മുറിക്കുള്ളിലുണ്ടായിരുന്ന ആ രൂപം മിന്നൽ വേഗത്തിൽ തിരിഞ്ഞു നോക്കി. നിദ്രയുടെ കണ്ണുകളും അയാളുടെ കണ്ണുകളും ഒരു നിമിഷം കൂട്ടിയിടിച്ചു. ആരാത്? അയാളുടെ പരിക്കൻ ശബ്ദം മുഴങ്ങി. അടുത്ത നിമിഷം അയാൾ നിദ്രയ്ക്ക് നേരെ ഓടി വന്നു. ഭയന്ന നിദ്ര തിരിഞ്ഞോടി. ഇടനാഴികയിലൂടെ അവൾ കഴിയുന്നത്ര വേഗത്തിൽ ഓടിയെങ്കിലും
ഗർഭിണിയായതിനാൽ ശരീരം അവളെ വഞ്ചിച്ചു. പിന്നെ നിന്ന് ആ മനുഷ്യൻ്റെ കാലച്ച കൂടുതൽ അടുത്ത് വരികയായിരുന്നു. ആ ശബ്ദം കേട്ടതും നിദ്രയുടെ ഹൃദയം ഭയത്തോടെ വിറച്ചു.